ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ നിങ്ങളുടെ മുന്നിൽ സംവേദിക്കുന്ന വിഷയം വാരഫലമാകുന്നു. ശുഭാശുഭങ്ങളും മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരുടെയും അനുഭവങ്ങൾ എപ്രകാരമായിരിക്കുമെന്നാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ ഈ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 കന്നിമാസം 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള 7 ദിനങ്ങളാണ്. ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള 7 ദിവസക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ 2024 ഒക്ടോബർ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള 7 ദിവസക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒക്ടോബർ 1 ചൊവ്വാഴ്ചയാകുന്നു, ചതുർദശി തിഥിയാകുന്നു. ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി, അന്ന് കറുത്ത വാവുമാകുന്നു. അന്നത്തെ ദിവസം, ഈ കന്നിമാസത്തിലെ അമാവാസി ദിവസം പിതൃകർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ നക്ഷത്രമോ രാശിയോ ഒന്നും നോക്കേണ്ടതില്ല. 1-ാം തീയതി ചൊവ്വാഴ്ച രാത്രി നിങ്ങൾ അരിയാഹാരങ്ങളൊക്കെ വർജിച്ചുകൊണ്ട് 2-ാം തീയതി പുലർച്ചെ കാലത്ത് തന്നെ അടുത്തുള്ള ക്ഷേത്ര സന്നിധിയിൽ പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ ഗുണകരമാകുന്നു. ഒക്ടോബർ 2-ാം തീയതി ബുധനാഴ്ച. ഈ വാരത്തിൽ ആദ്യത്തെ 2 ദിവസം ഞാൻ സൂചിപ്പിച്ച് ചൊവ്വ ബുധൻ ദിവസങ്ങൾ ചതുർദശിയും അമാവാസ്യയുമാകുന്നു. കറുത്ത വാവ് കഴിഞ്ഞാൽ പഞ്ചമി 5-ാം തീയതി വരെ, വെളുത്തപക്ഷം 5-ാം തീയതി വരെ പ്രായണ ചന്ദ്രൻ ദുർബലമാണ്. ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, വെളുത്ത വാവ് കഴിഞ്ഞാൽ കറുത്തപക്ഷം 5-ാം തീയതി വരെ, പഞ്ചമി വരെ ചന്ദ്രൻ ബലവാനാണ്. ചന്ദ്രനെ കൊണ്ടാണ് മാനസികമായ ഊർജമൊക്കെ നാം ചിന്തിക്കുന്നത്, അമ്മയുടെ ആരോഗ്യത്തെ നാം ചിന്തിക്കുന്നത്. മനോമാതരോ ശീതരശ്മി ചന്ദ്രൻ മനോമാതരോ അമ്മയും മനസ്സുമാകുന്നു. മനോഭൂതസ്യ ചന്ദ്രസ്യ ബലവത്വേ മനഃപ്രസാദഹാജായതേ. മനസ്സിനെ കാരകനായ ചന്ദ്രൻ ബലവാനാകുമ്പോഴാണ് മനഃപ്രസാദം ഉണ്ടാകുന്നത്. മനഃപ്രസാദാദി ഏവ സർവകാര്യസിദ്ധിയെ. മനസ്സിന് പ്രസാദം ഉണ്ടാകുമ്പോഴാണ്, ഉന്മേഷം ജനിക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും സിദ്ധിക്കുവാനുള്ള അവസരവും കൈവരുന്നത്. നമുക്ക് ഇവിടെ മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യമായി മേടം രാശി. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു മേടൻ രാശി. ഇത് മേടൻ രാശിക്കാർക്ക് 2-ൽ വ്യാഴം, 3-ൽ ചൊവ്വ, 5-ൽ ചന്ദ്രൻ, 6-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, കേതു, 7-ാം ഭാവത്തിൽ ശുക്രൻ, 11-ാം ഭാവത്തിൽ ശനി, 12-ാം ഭാവത്തിൽ രാഹു. ഇന്ന് മേടൻ രാശിക്കാർക്ക് അവരുടെ യാത്രയെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ശുക്രൻ അതിശക്തനായി 7-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതേ രീതിയിൽ ധനത്തിനെ പറ്റി ചിന്തിക്കേണ്ട, ധനാഗമ മാർഗത്തെ ചിന്തിക്കേണ്ടുന്ന, കുടുംബത്തെ പറ്റി ചിന്തിക്കേണ്ടുന്ന ഗ്രഹമായ ശുക്രൻ വളരെ ബലവാനാണ്. അതിനാൽ കുടുംബ സമാധാനം പ്രായണ ഇന്നത്തെ രാശിപ്രകാരം ഉണ്ടാകുന്നു. അതിനപ്പുറത്ത് വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. വിവാഹ വിഷയങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടുന്ന ഒരവസരം സമാഗമമാകുന്നു. മെറ്റീരിയലായിട്ട് ബന്ധപ്പെടുന്ന, ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന യാത്രകളും മീറ്റിങ്ങുകളും ഒക്കെ മേടൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ വാരമാണിത്. അതിന് പുറമെ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. പലർക്കും പല സമ്മാനങ്ങളുമൊക്കെ കിട്ടിയാൽ ദേവീക്ഷേത്രത്തിൽ ദേവിക്ക് താലിയൊക്കെ സമർപ്പിക്കാൻ, സ്വർണ്ണത്താലിയൊക്കെ സമർപ്പിക്കാനുള്ള വളരെ നല്ല അവസരമാണ് ഈ ഒരു വാരം സംജാതമാകുന്നത്. 2-ലെ വ്യാഴവും പ്രായണ നേതൃത്വ ശക്തി വളരെയധികം ഉണ്ടാകുന്ന സമയമാകുന്നു. കവിത്വേ മതിഹി, കവിത്വത്തിൽ രതി വാസനയുണ്ടാകുമെന്നാണ്. ഇവിടെ കവി എന്ന പേര് തന്നെ ശുക്രൻ്റെ നാമമാകുന്നു. അതിനാൽ എഴുത്തുകാർക്ക്, രചനാ വൈഭവമുള്ളവർക്ക് ഈ വാരം വളരെ അനുകൂലമാണ്. 5-ാം ഭാവത്തിൽ ചന്ദ്രനുമുണ്ട്. യഥാ പഞ്ചമേശി നക്ഷത്രാദോ ദദാധിക സന്താന സന്തോഷമേവ. 5-ൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ പുത്ര സന്താനങ്ങൾക്ക് ഉദയമുണ്ടാകുന്നു. അതിനാൽ സന്താന വിഷയത്തിന് അനുകൂലമായ സമയമാകുന്നു. അല്ലെങ്കിൽ അതിനുവേണ്ട ചികിത്സക്കുള്ള സമയവും വളരെ അനുകൂലമാകുന്നു. മദ്യം നിർമ്മലാം രക്തലാഭഞ്ച ഭൂമിയും, നിർമ്മലമായ ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നു. അതിനാൽ എഴുത്തുകാർക്ക് ധാരാളം അംഗീകാരങ്ങൾ കിട്ടേണ്ടുന്ന വാരമാകുന്നു ഈ ഒരു വാരം മേടൻ രാശിക്കാർക്ക്.
ഇവിടെ ബുദ്ധിസ്ഥാനത്ത് ചന്ദ്രൻ, വാക്സ്ഥാനത്ത് വ്യാഴം, കവിത്വ ഗുണമുള്ള ശുക്രൻ 7ാം ഭാവത്തിൽ. ധാരാളം യാത്ര സഞ്ചരിക്കേണ്ട സമയമാകുന്നു. പല അവാർഡുകളും പുരസ്കാരങ്ങളും തന്നെ തേടി വരുന്നു. അല്ലെങ്കിൽ തനിക്ക് സ്വാധീനം ഉപയോഗിച്ച് അത് ഉണ്ടാക്കുവാൻ കഴിയും. കാരണം 3ാം ഭാവത്തിൽ ചൊവ്വയാണ്. മതിവിക്രമവാൻ തൃതീയകെ അർക്കേ. 7ൽ സൂര്യൻ വന്നാലും ചൊവ്വ വന്നാലും വിക്രമവും പ്രതാപവും താൻ പ്രകടിപ്പിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. വീട്ടിൽ പ്രായണ സമാധാന അന്തരീക്ഷമുണ്ടാകും. ശാരീരികമായി മേടൻ രാശി ദുർബലജാനുഹു, കാൽമുട്ടുകൾക്ക് ബലക്കുറവുള്ള രാശിയാകുന്നു. ഡിസ്ക് കംപ്ലൈൻറ്റ് വരും. കാരണം രോഗസ്ഥാനത്ത് സൂര്യനും കേതുവും നിൽക്കുന്നു. ശാരീരികമായി ഡിസ്ക് സംബന്ധിച്ച ക്ലേശങ്ങൾ, അതേ രീതിയിൽ ഇടത്തെ കണ്ണുകളുമായി ബന്ധപ്പെടുന്ന ഭാഗത്തുണ്ടാവുന്ന ശാരീരികമായ അസ്വസ്ഥതകളും ശ്രദ്ധിക്കണം. 6ലെ ബുധൻ ചില രേഖാപരമായ പ്രയാസങ്ങൾ അനുഭവിക്കും. രേഖ മറന്നു പോവുക. ധാരാളം ശത്രുദോഷം വരുന്ന വാരമാകുന്നു ഇത്. 6ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. വിരോധോ ജനാനാം നിരോധോ രിപൂണാം. ജനങ്ങളുടെ വിരോധം, ശത്രുക്കൾ തൻ്റെ പ്രയാസങ്ങളെ തടസ്സപ്പെടുത്തും. പ്രബോധോ യദീനാം ച രോധോനിലാനാം. വായു സംബന്ധമായ അസ്വസ്ഥതകൾ ശാരീരികമായിട്ടുണ്ടാകുന്നു. യതികളുടെ പ്രബോധമുണ്ടാകുന്നു. പലപ്പോഴും ഒരു സന്യാസപരമായ ചിന്തകളൊക്കെ വരുന്ന സമയമാണ്. പക്ഷെ അവിടെ 7ൽ നിൽക്കുന്ന ശുക്രൻ അതിന് അവസരം കൊടുക്കില്ല. ശുക്രൻ മെറ്റീരിയലിസ്റ്റാണ്. ബുധേ സദ്വേയൻ ആപഹാരോ നിധീനാം ബലാത് അർത്ഥകൃത് സംഭവേ ശത്രുഭാവേ. തനിക്ക് ബലാത്കാരേണ ധനം കിട്ടുമെന്നാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 3ലെ ചൊവ്വ. അതിനാൽ പല വ്യവഹാരങ്ങളിലും തൻ്റെ എനർജി കാത്തു സൂക്ഷിക്കുവാനും അതിലൂടെ ധനാഗമ മാർഗവും ഈ 3ലെ ചൊവ്വ മേടൻ രാശിക്കാർക്ക് ഒരു അസാധ്യമായ കഴിവ്, ശക്തിയെ പ്രദാനം ചെയ്യുന്നതാണ്. കർമ്മമേഖലയിൽ വലിയ തടസ്സങ്ങളൊന്നുമില്ല. കർമാധിപനായ ശനി 11ാം ഭാവത്തിൽ ബലത്തോടു കൂടി നിൽക്കുന്നു. അസമയത്തുള്ള യാത്ര ശ്രദ്ധിക്കുക. വിഷസ്പർശമേൽക്കേണ്ടുന്ന സമയമാണ്. കള്ളനെ ഭയക്കണം. വാഹനങ്ങളെ വളരെയധികം ജാഗ്രത പാലിക്കണം. 6ൽ സൂര്യൻ വരുമ്പോൾ. രിബുധ്വംസ്കത് ഭാസ്കരോ യശിഷ്ടേ തനോദിവയം രാജതോ മിത്രതോവ. 6ൽ സൂര്യൻ വരുമ്പോൾ ശത്രുക്കളെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെ ധാരാളം കാശ് സർക്കാർ പിടിച്ചു വാങ്ങും, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ആവശ്യത്തിന് സഹായിക്കുക സാമ്പത്തികമായി. ഈ ഒരു വാരം ഇതൊക്കെ സംഭവിക്കുന്നു. അമ്മയുടെ വീട്ടിൽ വെച്ചിട്ട് നാൽക്കാലികളുടെ ഉപദ്രവം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വാഹനങ്ങളുടെ ഉപദ്രവം ഉണ്ടാകുന്നു. അതിനാൽ യാത്ര വളരെ ശ്രദ്ധിക്കുക. ശൃംഗികൾ കൊമ്പുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കുന്ന നാൽക്കാലികളുടെ പ്രയാസങ്ങൾ, അക്രമം നേരിടുന്ന വാരമാകുന്നു ഇത്. അതും വളരെയധികം ശ്രദ്ധിക്കുക. പ്രയാണേ നിഷാദേഹി വിഷാദം ലഭ്യത. വഴിയിൽ വെച്ച് കാട്ടാൾമാരുടെ ഉപദ്രവം ഉണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ അസമയത്തുള്ള യാത്ര, രാത്രി യാത്ര വളരെയധികം ശ്രദ്ധിക്കണം. അപഖ്യാതികൾ നേരിടുന്ന സമയമാണ്. 7 ശുക്രനാണ്. 7 ശുക്രൻ വരുമ്പോൾ പുതിയ പ്രണയങ്ങളൊക്കെ ഉണ്ടാകാം. തൻ്റെ കാമുകിയെ കാണാൻ പോകുമ്പോൾ, തൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോകുമ്പോൾ വഴിയിൽ വെച്ചിട്ട് ആരെങ്കിലും തടസ്സപ്പെടുത്തുക, തടയുക, അതിൻ്റെ പേരിൽ ഷണ്ഠകൾ ഉണ്ടാവുക. മേടൻ രാശിക്കാർക്ക് 3ൽ ചൊവ്വയാണ്. ഒരു തരത്തിലും അവർ വിട്ടുകൊടുക്കില്ല. ധീരമായി നേരിടാൻ ശ്രമിക്കും. അത് വഴക്കിലും ഒന്നും പോകാതെ ശ്രദ്ധിക്കുക. എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർക്കും ഒരു ശോഭനമായ നല്ലൊരു ഭാവിയെ ആശംസിക്കുന്നു. അടുത്തായി നാം ചർച്ച ചെയ്യുന്നത് ഇടവം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന ഇടവൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ വ്യാഴം, 2ൽ ചൊവ്വ, 4ാം ഭാവത്തിൽ ചന്ദ്രൻ, 5ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, കേതു, 6ാം ഭാവത്തിൽ ശുക്രൻ, 10ാം ഭാവത്തിൽ ശനി, 11ാം ഭാവത്തിൽ രാഹു. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ രാശിധിപനായ ശുക്രൻ പ്രായണ ബലവാനായി നിൽക്കുന്നുണ്ട്. ഇന്നത്തെ രാശിയുടെ മറ്റൊരു പ്രധാന വിഷയം 4ൽ ചന്ദ്രൻ നിൽക്കുന്നു എന്നൊരു നല്ല ഫലമുണ്ട്. യഥാ ബന്ധുകോ ബാന്ധവേ രാത്രിജന്മ നൃപദ്വാര സർവാധികാരി സദൈവ. തനിക്കൊരു അധികാരം തൻ്റെ കൈവശം വരുന്നു. രാജാവ്, അധികാരികൾ തനിക്ക് പ്രത്യേകപ്പെട്ട ചില അവകാശങ്ങൾ തരുന്നു. അധികാരങ്ങൾ തരുമ്പോൾ അതിലൂടെ പ്രവർത്തിക്കുവാനുള്ള അവസരം കൈവരുന്നു. സുതസ്ത്രീഗണാത്തോഷം ആയാതി സമ്യക്. ഭാര്യ സന്താനങ്ങളുമായി വളരെയധികം സന്തോഷം പങ്കിടേണ്ടുന്ന ഒരവസരവും സംജാതമാകുന്നു. അതിനാൽ ബന്ധുഗൃഹ സന്ദർശനങ്ങളും വിവാഹ തീരുമാനങ്ങളും ഇതൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന അവസരം ഇടവൻ രാശിക്കാർക്ക് ഈ ഒരു വാരക്കാലം 4ലെ ചന്ദ്രൻ പ്രദാനം ചെയ്യും. ഇവിടെ ചന്ദ്രൻ ദുർബലനാണ്. എങ്കിലും 4ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ സഹായപതിയാണ്, സഹോദരപതിയാണ്. അപ്പോൾ സഹായികളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും പ്രായണ അനുകൂലമാകും ഈ 4ാം ഭാവത്തിലെ ചന്ദ്രൻ. കർമ്മമേഖലയിൽ വലിയ പ്രയാസങ്ങൾ ഒന്നുമില്ല. ഇടവൻ രാശിക്കാർക്ക് ലഗ്നത്തിലെ വ്യാഴവും 2ലെ ചൊവ്വയും അകാരണമായി ധനനഷ്ടമുണ്ടാകുന്ന സമയമാണ്. വളരെയധികം ശ്രദ്ധിക്കണം.
കയർക്കും ജനം വിത്തവും പോവും. അനാവശ്യമായി ജനങ്ങളുമായി കയർക്കേണ്ടുന്ന അവസ്ഥ വരും. ധനവും കൈവിട്ടു പോകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. പയ്യന്നൂർ VPK പൊതുവാൾ. ഇവിടെ രണ്ടാം ഭാഗത്ത് നിൽക്കുന്ന ചൊവ്വയും അതിനെ അടിവരയിട്ട് പറയുന്നു. യഥാത്രായതേ മർക്കട കണ്ഠഹാരം പുനഃസന്മുഖങ്കോ വ്രജേത് വാദഭഗ്ന. വാദത്തിൽ പരാജയപ്പെട്ടാൽ ആരും അടുത്തു വരില്ല. കുരങ്ങന് മാല കിട്ടിയതുപോലെ തൻ്റെ കാശ് മുഴുവനും നശിച്ചു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ സന്താനങ്ങളുടെ നല്ല പ്രവർത്തനങ്ങളിലൂടെ തനിക്ക് സന്തോഷം വരുന്ന സമയമാകുന്നു. അഞ്ചാം ഭാവത്തിൽ സന്താനപതിയായ ബുധൻ വളരെ പ്രബലമായിരിക്കുന്നുണ്ട്. അതിനാൽ മക്കളുടെ ചില നല്ല ഗുണങ്ങളൊക്കെ കേട്ട് തനിക്ക് സന്തോഷങ്ങൾ ഉണ്ടാകും. അവരുടെ യാത്രാ വിഷയങ്ങൾ കേട്ടുണ്ടാകാം. ധനപരമായ തീരുമാനങ്ങൾ വളരെയധികം പ്രാവർത്തികമാക്കാനുള്ള അവസരമാണ് ബാങ്കുകളൊക്കെ സമീപിക്കാവുന്നതാണ്. 5-ലെ സൂര്യൻ ഉദരസംബന്ധമായ രോഗം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതേ രീതിയിൽ പൂർവ്വജാപത്യതാപി തൻ്റെ ആദ്യ സന്താനങ്ങളെ കൊണ്ട് മനസ്സിന് അസ്വസ്ഥതയുണ്ടാകാം. വളരെ ദൂരത്ത് ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ശാരീരികമായ വയറുവേദന വരുന്നു, ഫുഡ് പോയ്സൺ വരുന്നു. അത് നമ്മെ മാനസികമായി ബാധിക്കുന്ന ഭാരമാകുന്നു. മക്കളുടെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സദാ ദാനവ്യജ്യ സുധാസിക്ത ശത്രു, അമൃതിൽ കുളിച്ച ശത്രു ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തനിക്ക് വളരെയധികം ശത്രുക്കളുടെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന വാരമാണ്. വെള്ളിയാഴ്ച നിർബന്ധമായും ശത്രുമുട്ട് ചെയ്യണം. അതേ രീതിയിൽ ശത്രുസംഹാര കുരുതിയും ചെയ്യണം. വെള്ളിയാഴ്ചകളിൽ നിർബന്ധമായിട്ട് ഇത് അനുഷ്ഠിക്കണം. കർമ്മമേഖലയിൽ താൻ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി ചില സ്ത്രീകൾ ശത്രുക്കളായി വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് കേസ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ സ്ത്രീകളിലൂടെ വരുന്ന വാരമാണ്. പരിഹാരങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. സ്വതവേ ഇടവൻ രാശിക്കാർക്ക് കണ്ടക ശനിയുണ്ട്. അതിനാൽ ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന വളരെ ഉപകരിക്കുന്ന വാരമാണിത്. ശനീശ്വരന് ഇഷ്ടപ്പെട്ട അവൽ നിവേദ്യം വഴിപാടായി ചെയ്യാം, അല്ലെങ്കിൽ നീരാഞ്ജനം എള്ളുതിരി വഴിപാടായി ചെയ്യുക. ചില പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാർക്കും വളരെ ശോഭനമായ ഒരു വാരത്തെ ഞാൻ കാക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. മകേര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്രക്കൂട്ടമാകുന്നു. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ലഗ്നത്തിൽ ചൊവ്വ, 3-ൽ ചന്ദ്രൻ, 4-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, കേതു, 5-ാം ഭാവത്തിൽ ശുക്രൻ, 9-ാം ഭാവത്തിൽ ശനി, 10-ാം ഭാവത്തിൽ രാഹു, 12-ൽ വ്യാഴം. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് പഠിതാക്കൾക്ക്, പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് നല്ല സമയമാണ്. ബുദ്ധിസ്ഥാനത്ത് ശുക്രനുണ്ട്. അതിനാൽ പഠന വിഷയത്തിൽ ആരംഭത്തിന് വളരെ അനുകൂലമാണ്. ഇവിടെ വിദ്യാരംഭമൊക്കെ വരികയാണ്. അതിനാൽ പഠിതാക്കൾക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് 5-ലെ ശുക്രൻ പ്രദാനം ചെയ്യുന്നത്. 4-ാം ഭാവത്തിലെ ബുധനും ഉച്ചസ്ഥനായി നിൽക്കുന്നു. അതിനാൽ ഭൂമി ലാഭം, ഭൂമിയെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാവുക, പൈതൃകമായ ചില സ്വത്തുകൾ തൻ്റെ കൈവശം വരിക, തൻ്റെ ശോഭ കാരണം ബന്ധുക്കളും കുടുംബത്തിലും സുഹൃത്തുക്കളും അല്ലെ ജനങ്ങളും തന്നോട് ഏത് രീതിയിൽ കലഹിക്കുന്ന അവസ്ഥയും കൈവരുന്നു. മധ്യസ്ഥം, ഉടമ്പടി, ചർച്ചകൾക്കൊന്നും ഈ വാരം പോകുന്ന അത്ര ശുഭമല്ല. അനാവശ്യമായി വലിച്ചിഴക്കപ്പെടും നമ്മളുടെ പേരും പ്രശസ്തിയും. അതിനാൽ ആരുമായും തർക്കിക്കാൻ പോകരുത് മിഥുനൻ രാശിക്കാർ ഈ വാരം. പക്ഷേ ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ ഒരു ഈഗോയിസ്റ്റാണ്. പലപ്പോഴും തൻ്റെ ദുരഭിമാനം പല കാര്യങ്ങൾക്കും തനിക്ക് തടസ്സങ്ങൾ നിൽക്കുന്ന വാരമായിരിക്കും. അതിനാൽ സഹോദരങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ ജാഗ്രത പാലിക്കണം. 3-ാം ഭാവത്തിൽ ചന്ദ്രൻ വരുമ്പോൾ സഹോദര ഗുണമുണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സഹോദരകാരകനായ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈഗോയിസ്റ്റ് ആകരുത്. തൻ്റെ ഈഗോ, ദുരഭിമാനം കാരണം പല അവസരങ്ങളും സമാധാനവും തകർക്കും ഫാമിലി ലൈഫിൽ. അതിനാൽ അത് വളരെയധികം ശ്രദ്ധിക്കുക. 12-ലെ വ്യാഴവും അങ്ങനെയാണ്. നമ്മളുടെ നേട്ടം മറ്റുള്ളവർ തട്ടിക്കൊണ്ടുപോകും. തൻ്റെ വിജയം തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് ഷെയർ ചെയ്യേണ്ട ആവശ്യം മിഥുനം രാശിക്കാർക്ക് ഈ വാരത്തൊന്നുമില്ല. അസമയത്തുള്ള ഭക്ഷണങ്ങൾ വളരെയധികം നിയന്ത്രിക്കുക. പ്രത്യേകിച്ച് BP സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ ധാരാളം വരും. മിഥുനൻ രാശി നിശാരാശിയാണ്, രാത്രിയിൽ സഞ്ചരിക്കേണ്ടുന്ന രാശിയാണ്. എന്നാൽ പലപ്പോഴും കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊക്കെ ധാരാളം ഉണ്ടാകാം. തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് വളരെ ഗുണമാണ്. 9-ാം ഭാവത്തിൽ ശനിയാകുന്നു. രതിർ യോഗശാസ്ത്രേ ഗുണോ രാജസസ്യ, തൻ്റെ ഗുണം രാജസമാണ്. എങ്കിലും യോഗശാസ്ത്രത്തിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നു. അതിനാൽ യോഗശാസ്ത്രമൊക്കെ അഭ്യസിച്ച് ശാരീരികമായ വിഷയത്തിലുള്ള ചെറിയ ചെറിയ രോഗങ്ങളെ, അസ്വസ്ഥതകളെ ഒരു പരിധിവരെ മാറ്റാൻ യോഗാഭ്യാസത്തിന് കഴിയുന്നതാണ്. യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓടിപ്പോകുന്ന മനസ്സിനെ നിയന്ത്രിക്കുന്നു
യോഗശാസ്ത്രം. മനസ്സിൻ്റെ ചിത്തവൃത്തിയെ നിരോധിക്കുന്നു യോഗശാസ്ത്രം. 10ലെ രാഹു കർമ്മമേഖലയിൽ അന്യമതസ്ഥരുമായി ബന്ധപ്പെടുന്ന സൗഹൃദങ്ങൾ, വ്യാപാരം ഫ്ലറിഷ് ചെയ്യാൻ അന്യമതസ്ഥരെ ഉപയോഗിക്കാനൊക്കെ വളരെ ഗുണമാകുന്നു. സ്വതവേ മിഥുനൻ രാശിക്കാർക്ക് 12ൽ വ്യാഴമാണ്. കർമ്മമേഖല തടസ്സങ്ങളാണ്. എങ്കിലും ലഗ്നാധിപനായ ബുധൻ അതിശക്തമായി മിഥുനൻ രാശിയുടെ അധിപനായി 4ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. നല്ല സുഹൃത്തുക്കളിലൂടെ തനിക്ക് വ്യാപാരം ഡെവലപ്പ് ചെയ്യാം. ചില അധികാരങ്ങൾ തൻ്റെ ബോസ് തനിക്ക് തരും. ഒരു പ്രാധാന്യം കർമ്മമേഖലയിൽ വരുന്നു. സുഹൃത്തുക്കളിലൂടെ കർമ്മം നമുക്ക് ഏത് രീതിയിലും ഡൈവേർട്ട് ചെയ്ത് വിദേശത്തേക്കൊക്കെ എത്തിക്കുവാനുള്ള അസുലഭമായ ഒരു അന്തരീക്ഷം ഇവിടെ 4ലെ ബുധൻ കൈവരുത്തുന്നു. ആ ബുധൻ ഭദ്രമഹായോഗം ചെയ്ത് നിൽക്കുമെന്ന പ്രത്യേകതയും ഇവിടെ രാശിയിലുണ്ട്. 7ലെ ചന്ദ്രൻ അന്യരുടെ ക്രൂരമായ ദൃഷ്ടിദോഷം നമ്മളെ ബാധിക്കുന്ന വാരമാകുന്നു. അതിനാൽ പ്ലാവിൻ്റെ ഇല അല്ലെങ്കിൽ കൂവളത്തില ഈർക്കിൽ കൊണ്ട് കോട്ടി അതിൽ ഉപ്പ്, കല്ലുപ്പ്, കടുക്, മുളക്, ഉണങ്ങിയ ചുവന്ന മുളക് ഇതൊക്കെ വെച്ചുകൊണ്ട് ആർക്കാണോ ബുദ്ധിമുട്ടുള്ളത്, യാത്ര പോകാൻ ആഗ്രഹിക്കുന്നത്, ഇവർക്കൊക്കെ 21 തവണ ക്ലോക്ക് വൈസായിട്ട് പ്രദക്ഷിണമായിട്ട് എല്ലാ ദോഷങ്ങളും മാറാൻ വേണ്ടി, നമ്മളുടെ സന്താനങ്ങൾക്കുള്ള ദോഷങ്ങൾ ഒക്കെ മാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി 21 തവണ അവരെ പ്രദക്ഷിണം ചെയ്ത് അവരെ ആപാദചൂടം അവരെ ഒഴിഞ്ഞ് പ്രദക്ഷിണമായി ഒഴിഞ്ഞ് പുറത്ത് അഗ്നികൊണ്ടിൽ തീ കൂട്ടി അവിടേക്ക് ഇതൊക്കെ ഉപേക്ഷിച്ച് കൈയും കാലുമൊക്കെ കഴുകി വീട്ടിലേക്ക് വരിക. ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. ഈ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുളികൻ്റെ ദോഷം കാരണമുള്ള പ്രയാസങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുന്നു ഈ ഒരു വഴിപാട്. എല്ലാ പ്രിയപ്പെട്ട മിഥുനൻ രാശിക്കാർക്കും ഒരു ശോഭനമായ ഒരു വാരത്തെ കാക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.